1989 നവംബർ മാസം 21 തെലങ്കാനു മലേഷ്യയിലുള്ള ഒരു ചെറിയ ടൗൺ ആണ് ഈ തെലങ്കാനു എന്ന് പറയുന്നത്. കർഷകരും ബിസിനസ്സുകാരൊക്കെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പറയുന്ന ചില സ്ഥലങ്ങളുടെ ഉച്ചാരണമൊന്നും ചിലപ്പോൾ ശരിയായിരിക്കണം എന്നില്ല. അഥവാ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഇതിൽ വരുന്ന പല പേരുകളും നമുക്ക് മലയാളികൾക്ക് ഉച്ചരിക്കാൻ ചെറുതായിട്ട് ബുദ്ധിമുട്ടുള്ള പേരുകളാണ്. അതുകൊണ്ട് തന്നെ അഥവാ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. മാത്രവുമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസിനെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് നിങ്ങളിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നിമിഷം നമുക്കായിട്ടൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഒരു ലൈക്ക് തന്ന് അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ തെലങ്കാനു എന്ന് പറയുന്നത് ഒരു വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമായിരുന്നു 1989 കാലഘട്ടത്തിലൊക്കെ. അത്യാവശ്യം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ്. അതുപോലെ തന്നെ ജനവാസ മേഖലയും ഉണ്ട്. ഇതിനടുത്ത് തന്നെയായിട്ട് ഒരു ചെറിയ വനപ്രദേശമുണ്ട്. വനപ്രദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു വനപ്രദേശമായിരുന്നു അത്. എന്നാൽ ഇന്ന് 1989 വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ന് അവിടെ വനപ്രദേശം കുറവാണ്. ഈ വനത്തിലൂടെയും ഈ ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്തൂടെ ഒഴുകുന്ന ഒരു നദിയാണ് സംഗൻ റിവർ എന്ന് പറയുന്നത്. ഈ സംഗൻ റിവർ കാട്ടിലൂടെ ഒഴുകി വന്ന് ജനവാസമുള്ള മേഖലയിൽ കൂടെ ഒഴുകി പോകുന്ന ഒരു നദിയാണ്. ഒരുപാട് മീൻപിടുത്തക്കാരൊക്കെ ഈ നദിയിൽ നിന്ന് മീൻ പിടിക്കാറുണ്ട്. ചൂണ്ടയിടലാണ് ഇവിടെ ഏറ്റവും മെയിൻ ആയിട്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തന്നെ അവിടെയും പോയി ഇങ്ങനെയുള്ള ചൂണ്ടയിടലും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. അങ്ങനെ പതിവ് പോലെ ഈ 1989 നവംബർ മാസം 2 യുവാക്കൾ ഈ നദിയിലേക്ക് വരികയാണ് ചൂണ്ടയിടാൻ വേണ്ടിയിട്ട്. അപ്പൊ അവർ കാടിന്റെ അടുത്തായിട്ട്, അതായത് കാടിനോട് ചേർന്ന് ഒഴുകുന്ന നദിയിലേക്കാണ് ഇവർ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് കുറച്ച് വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച അവർ കാണുകയാണ്. അവർ വരുമ്പം ഉള്ളതുപോലെ അല്ലാതെ കുറച്ച് മൃഗങ്ങളും പക്ഷികളൊക്കെ കിടന്ന് ഭയങ്കരമായിട്ട് ഒരിടത്ത് മാത്രമായിട്ട് കിടന്ന് പറക്കുകയാണ്. മാത്രവുമല്ല, എന്തോ ഒരു വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്. എന്തോ ഒരു വല്ലാത്തൊരു സ്മെല്ല്, അവർക്ക് പരിചിതമല്ലാത്തൊരു സ്മെല്ല് അവിടെ നിന്നും വരികയാണ്. അങ്ങനെ ഈ 2 യുവാക്കൾ അവിടെ പോയി നോക്കുകയാണ്. നോക്കുന്ന സമയത്ത് കാണുന്ന വെച്ചാൽ ഒരു മനുഷ്യന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ ഈ യുവാക്കൾ ഭയന്നു പോയി. ഇവർ നേരെ തിരിച്ച് ആ നഗരത്തിലേക്ക്, ആ ഒരു ടൗണിലേക്ക് വരികയാണ്. വന്നതിന് ശേഷം അവിടെയുള്ളവരുടെ കാര്യങ്ങൾ പറയുകയാണ്. അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങൾ പറയുകയാണ്. ഉടൻ തന്നെ അവിടെയുള്ള ആൾക്കാർ ഹുല തെലങ്കാനു പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിക്കുകയാണ്. അങ്ങനെ ഈ ഹുല തെലങ്കാനു പോലീസുകാർ അവിടെ ആ പോലീസ് സ്റ്റേഷനിലെ അതിർത്തിയിൽ നിന്നുള്ളവർ അവിടേക്ക് വരികയാണ്. വന്നതിന് ശേഷം ഈ ബോഡി കിടക്കുന്ന ആ ഭാഗമൊക്കെ നിരീക്ഷിക്കുകയാണ്. നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലായി ഈ ബോഡി കത്തിക്കരിഞ്ഞാണ് കിടക്കുന്നതെങ്കിലും ഇത് ഇവിടെ ഇട്ടല്ല കത്തിച്ചിരിക്കുന്നത്. മറ്റെവിടെ ഇട്ട് കത്തിച്ചതിന് ശേഷം ഇത് ഇവിടെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇത് ഇവർ കത്തിച്ചേക്കുന്നത് ആ ബോഡി നിശേഷം കത്തി തീരാൻ വേണ്ടിയിട്ടല്ല. വെറും ആ ബോഡി തിരിച്ചറിയാൻ പാടില്ല. അതായത് ആർക്കെങ്കിലും അന്വേഷണപരമായിട്ട് ഇപ്പോൾ ബോഡി കിട്ടുകയാണെങ്കിൽ ഇത് ആരുടെ ബോഡിയാണെന്ന് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ ഈ മരിച്ചിരിക്കുന്ന ആരാണെന്ന് മനസ്സിലാക്കാൻ പാടില്ല എന്ന് ആരോ ആഗ്രഹിച്ചതുപോലെയാണ് ആ ശരീരം അവിടെ കിടക്കുന്നത്. കാരണം വെച്ചാൽ അതിന്റെ മുഖം മുഴുവൻ തൊട്ട് ഈ കാല് വരെയുള്ള ഭാഗങ്ങളാണ് കത്തിയിരിക്കുന്നത്. പക്ഷെ പുറം ഭാഗമൊന്നും അങ്ങനെ കത്തിയിട്ടില്ല. അപ്പൊ ഈ പോലീസുകാരാണെങ്കിൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് അയക്കുകയാണ്. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. വരുന്ന സമയത്താണ് പോലീസുകാരും അതുവരെ ഈ കേസിനെ കുറിച്ച് ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്ന ആ നാട്ടിലെ ജനങ്ങളും ഞെട്ടുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഒരു 15-നും 20-നും വയസ്സ് ഇടയ്ക്കുള്ള ഒരു കുട്ടിയാണ്. അതായത് 15 വയസ്സ് തൊട്ട് 20 വയസ്സിനിടയ്ക്കുള്ള ഒരു കുട്ടിയാണിത്. അതുപോലെ തന്നെ ഈ കുട്ടി അതിക്രൂരമായിട്ടാണ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കുട്ടിയുടെ ലെൻസിലേക്ക് വാരിയല് ഒടിഞ്ഞ് തുളച്ചു കയറിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. ഈ മരണപ്പെടുന്നതിന് മുൻപ് ശരീരത്താകമാനം ഈ കുട്ടിക്ക് ചതവുകളും മുറിവുകളുമാണ് ഉള്ളത്. കത്തിക്കരിഞ്ഞിട്ടുണ്ടെങ്കിലും ബോഡി പല ഭാഗത്തും പുള്ളി അടർന്നിട്ടുണ്ടെങ്കിലും ഈ മുറിവുകളും ചതവുകളും മനസ്സിലാക്കാൻ ഈ ഡോക്ടർമാർക്ക് നന്നായി മനസ്സിലാക്കി. അതുപോലെ തന്നെ ശരീരത്തിലെ പല എല്ലുകളും ഒടിഞ്ഞിട്ടുണ്ട്. പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് പല എല്ലുകൾക്കും. കൂടുതലായിട്ടും പൊട്ടൽ സംഭവിച്ചിരിക്കുന്നത് കൈക്കും ഈ വാരിയലിന്റെ ഭാഗത്തുള്ള എല്ലുകൾക്കാണ് പൊട്ടൽ കൂടുതലായിട്ട് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, തലയുടെ ബാക്കിൽ ഒരു അടി കിട്ടിയതിന്റെ പാടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ പോലീസുകാർ ഇങ്ങനെ പറയണം. മാത്രമല്ല, അതിക്രൂരമായിട്ട് ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു തവണയല്ല, പല തവണയായിട്ട്. മാത്രമല്ല, ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്നതും കുറവായിരുന്നു. നേരാവണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല, ജലാംശം ഉള്ളിൽ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ ആണെങ്കിൽ പല ആന്തരിക കിഡ്നിയൊക്കെ എന്ന് വെച്ചാൽ തീരെ പ്രവർത്തിക്കാത്ത ഒരവസ്ഥയിലായിരുന്നു. യൂറിനൊന്നും കറക്റ്റായിട്ട് പോകുന്നൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് തന്നെ ആ കുട്ടിക്ക് വേണ്ട ആ ഒരു ശരീരത്തിന് വേണ്ട ഊർജമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത് എത്രത്തോളം പ്രായമുള്ളതാണ് എന്നൊക്കെ അറിയാനായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഭക്ഷണമൊന്നും കഴിക്കാത്തത് കൊണ്ടാണ് ആ ശരീരത്തിന്റെ മാംസമെല്ലാം ചുരുങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യന് വേണ്ടതുള്ള ഒരു ഇതൊന്നും ആ ബോഡിക്ക് ഇല്ലായിരുന്നു. അപ്പൊ അത്രയും ക്രൂരമായിട്ടാണ് ആ കുട്ടി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസുകാർക്ക് മനസ്സിലാവുകയാണ്.
അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കുട്ടി മരിച്ചിട്ട് 3 ദിവസമോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ആകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുകയാണ്. കാരണം ആ ശരീരത്തിൽ സ്മെല്ലും കാര്യങ്ങളും വെച്ചിട്ടുള്ള ശരീരം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ജീർണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസുകാർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാണ് 3 ദിവസമോ അത് അല്ലെങ്കിൽ അതിൽ അധികമോ ദിവസമായിട്ടുണ്ട് ഈ കുട്ടി മരിച്ചിട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ തെലങ്കാനയില് സമീപ പ്രദേശങ്ങളിലെല്ലാം അന്വേഷണം ആരംഭിക്കാൻ 15നും 20നും വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ള കാര്യം. അങ്ങനെ അന്വേഷിക്കുന്ന സമയത്താണ് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഹുല തെലങ്കാനു പോലീസ് സ്റ്റേഷനിൽ തന്നെ ഈ തെലങ്കാനുവിൽ തന്നെ താമസിക്കുന്ന ഒരു അച്ഛനും അമ്മയും തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഒക്ടോബർ മാസം 3-ാം തീയതി ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുവരെ ആ കുട്ടിയെ കിട്ടിയിട്ടില്ല, കണ്ടുകിട്ടിയിട്ടില്ല. അപ്പം അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ അവസ്ഥ എങ്ങനെയാന്ന് വെച്ചാൽ തങ്ങളുടെ മകളെ കാണാത്തത് കൊണ്ട് ആ മാതാപിതാക്കൾ രണ്ടുപേരും വളരെയധികം സങ്കടത്തിലായിരുന്നു. തന്റെ മകളെ കണ്ടെത്തണമെന്നുള്ള ആഗ്രഹം കൊണ്ട് അവർ ഈ തെലങ്കാനൂർ ടൗണിൽ മാത്രമല്ല അതിന് പുറത്തുള്ള ടൗണിലൊക്കെ ഇവർ മകളുടെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റ് അടിച്ച് ഇങ്ങനെ ഒട്ടുകയായിരുന്നു. കാരണം തന്റെ മകളെ കാണണമല്ലോ, എങ്ങനെയും കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. മകളെ കാണാത്തതിലുള്ള വിഷമവും സങ്കടവും എല്ലാം ഈ മാതാപിതാക്കൾക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ മാതാപിതാക്കളെ ഈ പോലീസുകാർ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നതും ഈ ഒക്ടോബർ 3-ാം തീയതി കേസ് കൊടുത്തതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇവരുടെ മകള് സ്കൂളിലേക്ക് പോയതാണ്. പോയ മകള് ഉച്ചവരെ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് സ്കൂൾ അധികൃതർ പറയുന്നുണ്ട്. പക്ഷെ ഉച്ച കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ കാണാതായിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞ് ഈ കുട്ടി എവിടേക്കാ പോയെന്നുള്ളത് ആർക്കും അറിയില്ല. ഈ കുട്ടിയുടെ ബാഗ് ഈ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെയാണ് കിട്ടിയത്. ഈ സ്കൂൾ ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ കുട്ടിയുടെ ബാഗ് അവർക്ക് കിട്ടുന്നത്. ഈ കുട്ടിയോട് അപമര്യാദയായിട്ട് പെരുമാറിയതിന്റെ പേരിൽ ആ സ്കൂളിൽ തന്നെയുള്ള ഒരു സ്കൂൾ ഡ്രൈവറുമായിട്ട് ഈ കുട്ടിക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഈ ഡ്രൈവറെ കരണത്തടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഡ്രൈവറുടെ പേരാണ് ഓഹ് ലൈ കോഹ്. 34 വയസ്സുള്ള ഓഹ് ലൈ കോഹ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ഡ്രൈവർ. അപ്പൊ ഈ ഡ്രൈവറെ അന്ന് ചോദ്യം ചെയ്യും മറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഡ്രൈവർ പറയുന്നത് ആ സമയത്താണ് ഡ്രൈവറുടെ അമ്മയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. സ്കൂൾ ബസ്സുമായിട്ടാണ് ആ ഡ്രൈവർ പോയത്. അതുകൊണ്ട് തങ്ങൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്നാണ് അന്ന് ഈ പോലീസുകാരോട് ഈ ഡ്രൈവർ മൊഴി കൊടുത്തു. അന്ന് ഇതൊരു മിസ്സിംഗ് കേസ് ആയതുകൊണ്ട് ഈ തെലങ്കാന പോലീസുകാർ അത്ര അങ്ങോട്ട് ഇതിനെ ശ്രദ്ധിച്ചില്ല. കാരണം എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അങ്ങോട്ട് തിരികെ വന്നോളും എന്നുള്ളൊക്കെ രീതിയിലായിരുന്നു അവരുടെ കേസിന്റെ അന്വേഷണ രീതികളൊക്കെ. വലിയ ഇൻട്രസ്റ്റോടെ അല്ല ഈ കേസൊക്കെ അന്വേഷിച്ചിരുന്നത്. പക്ഷെ ഈ ബോഡി കിട്ടിയപ്പം അവർക്ക് എന്തൊക്കെയോ ചെറിയ സംശയം കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. കാരണം ഈ കുട്ടി ഒരു ദിവസമല്ല പല ദിവസങ്ങൾ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ കുട്ടിയുടെ ആണെങ്കിൽ ജനനേന്ദ്രിയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആയിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിൽ ഇൻഫെക്ഷനും കാര്യങ്ങളായിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കുട്ടിയാണെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം വെച്ചാൽ ഒരുപാട് അടിച്ചതിന്റെയൊക്കെ പാടുണ്ടായിരുന്നു. കാരണം പുറകുവശം കത്തിയിട്ടില്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഭാഗത്തൊക്കെ അടി കിട്ടിയതിന്റെയും ചതവുകളും ഒക്കെ ഈ ബോഡിയിൽ നിന്നും കണ്ടുകിട്ടിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. അപ്പൊ പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, അതിക്രൂരമായിട്ട് എവിടെയോ വെച്ചാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അത് ഒരുപക്ഷെ ഒരാളായിരിക്കില്ല, ഒന്നിൽ കൂടുതൽ പേര് കാണാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. കാരണം ഈ കുട്ടിയുടെ ബോഡിയിൽ നിന്നും സെമൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. സെമൻ കിട്ടിയ സമയത്ത് അത് ഒരാളുടെ സെമൻ അല്ലായിരുന്നു കിട്ടിയിട്ടുള്ളത്, 2 ടൈപ്പിലുള്ള സെമനായിരുന്നു ആ ബോഡിയിൽ നിന്നും അവർക്ക് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഒരാളുടെ മാത്രം ചെയ്യുകയല്ല, 2-3 പേരിൽ കൂടുതൽ കാണുമെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് ഈ മാതാപിതാക്കളെ വിളിച്ചു വരുന്നത്. കാരണം ഈ ബോഡി കണ്ടതിന് ശേഷം ഒരുപക്ഷെ അവരുടെ കുട്ടിയാണോ എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഈ മാതാപിതാക്കൾ അവിടേക്ക് വിളിച്ചു വരുത്തിയത്. അങ്ങനെ വിളിച്ചു വരുത്തി അവർ വന്ന സമയത്ത് ഈ ബോഡി കണ്ടപ്പം അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. കാരണം വെച്ചാൽ വളരെ വികൃതമായിട്ടാണ് ആ ബോഡി കിടക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. അത് മാത്രമല്ല ഭക്ഷണമൊന്നും കഴിക്കാതെ കിടന്നതുകൊണ്ട് തന്നെ വളരെയധികം ശോഷിച്ചായിരുന്നു ആ ബോഡി ഉണ്ടായിരുന്നത്. എന്നുവെച്ചാൽ തൊലിയൊക്കെ ചുരുങ്ങി മാംസമൊക്കെ ഒട്ടിയ രീതിയിലായിരുന്നു ആ ബോഡിയുടെ അവസ്ഥ അപ്പോൾ ഉണ്ടായിരുന്നത്. അത് അതിന് പുറമെ തന്നെ തീയൂടെ കത്തുമ്പോഴത്തേക്കുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഈ മാതാപിതാക്കൾക്ക് ഇത് തന്നെ തങ്ങളുടെ മകളാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഭയങ്കരധികം ബുദ്ധിമുട്ടായിരുന്നു. ഫോട്ടോ വെച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നോക്കിയിട്ടൊന്നും നടക്കുന്നില്ലായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ കുട്ടിയുടെ പുറകുവശം ഇവരെ ഒന്ന് കാണിക്കുന്നത്. കാരണം വെച്ചാല് അതിന്റെ പുറകിലായിട്ട് ആ കുട്ടിയുടെ പുറകുവശത്ത് പുറം ഭാഗത്തായിട്ട് ഒരു മുഴ മുറിച്ചു മാറ്റുന്ന ഒരു കീറി ചെറിയൊരു സർജറി നടത്തേണ്ട ഒരു ചെറിയ പാടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു അർദ്ധവൃത്താകൃത രീതിയിലുള്ള ഒരു പ്രത്യേക തരം മാർക്ക് ആ കുട്ടിയുടെ ശരീരത്തുണ്ടായിരുന്നു, ഒരു പ്രത്യേക രീതിയിലുള്ള മാർക്ക്. അപ്പൊ ഈ മാർക്കും ഈ മുഴ മുറിച്ചു മാറ്റിയിട്ടുള്ള ആ ഒരു സർജറി പാടും കണ്ടപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയും ആ ഭർത്താവും അലമുറയിട്ട് കരയുകയാണ്. കാരണം അത് അവരുടെ മകളാണെന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ആ അച്ഛന്റെ പേര് എന്ന് പറയുന്നത് ലിയോങ് കോൺ സങ് എന്നായിരുന്നു. അമ്മയുടെ പേര് ഗ്യൂക് മെങ് ഗീത് എന്നായിരുന്നു. അതുപോലെ തന്നെ ഇവരുടെ മകളുടെ പേര് പറയുന്നത് ലിയാങ് ഷാൻ ഷാൻ എന്നാണ്. ഈ കുട്ടി 16 വയസ്സേ ഉള്ളൂ. ഈ കുട്ടിക്ക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്.
16 വയസ്സുള്ള കുട്ടി പഠിക്കുന്ന എത്രത്തോളമുള്ള പഠിപ്പായിരിക്കും നമുക്കൊക്കെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കെ സ്കൂളിലേക്ക് പോയ കുട്ടിയാണ് വൈകിട്ടായിട്ടും വീട്ടിലേക്ക് വരാത്തതുകൊണ്ട് ഈ മാതാപിതാക്കള് ഒരു മിസ്സിംഗ് കേസായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുന്നത്. പക്ഷെ എന്നാൽ അന്നതൊന്നും അത്ര നന്നായിട്ട് അന്വേഷണം നടത്തിയിട്ടില്ലായിരുന്നു. ഒരു പക്ഷെ അന്ന് അന്വേഷണം നന്നായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുട്ടി മരണപ്പെടുകയില്ലായിരുന്നു. കാരണം ഈ കുട്ടി മരിച്ചിട്ട് 3 ദിവസമോ അല്ലെങ്കിൽ അതിൽ കുറച്ച് ദിവസം അധികമോ ആയിട്ടുള്ളത്, ഒരു പക്ഷെ 4-5 ദിവസമായിരിക്കാം. പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് 3 ദിവസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ. കാരണം വെച്ചാല് ബോഡി ഒരുപാടൊന്നും പഴകിയിട്ടില്ല. അതുപോലെ തന്നെ മരിച്ചിട്ട് ഉടനെ അല്ല, മരിച്ചിട്ട് കുറച്ച് ദിവസം ആയതുപോലെയാണ് ബോഡിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പോലീസുകാരുടെ മേളിൽ അവിടുത്തെ നാട്ടുകാരെല്ലാം ഭയങ്കരമായിട്ട് സമ്മർദ്ദം കൊടുക്കുകയാണ്. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും പോലീസുകാർക്ക് സമ്മർദ്ദവും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് അന്ന് മിസ്സിംഗ് കേസായിട്ട് വന്ന ആ ഒരു കേസ് ഇവർ വേണ്ട രീതിയിൽ അന്വേഷിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ കുട്ടിക്ക് വന്നതെന്നുള്ള പേരിൽ ആ പോലീസ് സ്റ്റേഷനിലുള്ള എല്ലാ പോലീസുകാരുടെ മേളിലും ആൾക്കാർ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും ഒരുപാട് പ്രഷറും കാര്യങ്ങളും ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഓരോ പോലീസുകാരുടെ മേളിലും വരികയാണ്. അങ്ങനെ ഈ പോലീസുകാർ ഒരു തീരുമാനം എടുക്കുകയാണ് എങ്ങനെയും ഈ കേസ് തെളിയിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. അങ്ങനെ ആദ്യം തന്നെ ഇവര് അവരുടെ സംശയനിഴലിലുള്ള ആ ഡ്രൈവറെ തന്നെ ചോദ്യം ചെയ്യാൻ തീരുമാനിക്കുകയാണ്. കാരണം ഈ ഡ്രൈവർ വാഹനം പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്തു നിന്നാണ് ഈ കുട്ടിയുടെ ബാഗ് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഈ കുട്ടിയെ കാണാതാകുന്നതിന്റെ അന്ന് ഈ ഡ്രൈവർ ഈ ബസ്സുമായിട്ടാണ് പുറത്തേക്ക് പോയിരിക്കുന്നത്. തന്റെ അമ്മയെ ഹോസ്പിറ്റലിലാക്കാൻ വേണ്ടി പോയി എന്നാണ് ഇയാൾ പറയുന്നതെങ്കിൽ ആ ബസ്സുമായിട്ട്, സ്കൂൾ ബസ്സുമായിട്ടാണ് പോകുന്നത്. മാത്രമല്ല സ്കൂൾ വിട്ട് ഒരു ശകലം കഴിഞ്ഞിട്ടാണ്, കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് ഇയാൾ തിരിച്ചു വരുന്നത്. അപ്പൊ അന്നാണെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളും കാര്യങ്ങളൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ എവിടെ പോയിരുന്നത്, ഇത്ര നേരം എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, എന്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നു, ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ പോവുമായിരുന്നു, ചേട്ടൻ എനിക്ക് വേറെ വണ്ടിയൊന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് സ്കൂൾ ബസ്സുമായിട്ട് ഞാൻ പോയത്, അമ്മയെ ഹോസ്പിറ്റലാക്കി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തിരികെ വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അന്ന് ഇയാൾ പറഞ്ഞത്. ഇത് തന്നെയാണ് പോലീസുകാരോട് അന്ന് ഇയാൾ പറയുകയുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇയാളെ ആദ്യമേ അറസ്റ്റ് ചെയ്യുകയാണ്, ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യുന്നതെന്ന് വെച്ചാല് പല ഘട്ടത്തിലും പോലീസുകാർക്ക് ഇയാളുടെ മേലിൽ സംശയം തോന്നുകയാണ്. കാരണം ഒരു തവണ പറയുന്ന കാര്യമല്ല പിന്നീട് പറയുന്നത്. ആദ്യമത്തെ സ്റ്റേറ്റ്മെന്റ് ഹോസ്പിറ്റലിലേക്ക് അമ്മയെ കൊണ്ടുപോയത് ഈ ബസ്സിലാണ് എന്ന് പറയുമ്പോൾ പിന്നെയുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഈ ബസ്സിലല്ല കൊണ്ടുപോയത്, ബസ്സുമായി വീട്ടിലേക്ക് പോയതിനു ശേഷം അമ്മ അവിടെ നിന്ന് മറ്റൊരു വണ്ടിയിലേക്കാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പം മൊഴിയിൽ വന്ന വ്യത്യാസങ്ങൾ പോലീസുകാരിൽ സംശയം ഉണർത്തുകയാണ്. പോലീസുകാർ എന്താ ചെയ്യുന്നത് വെച്ചാല് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോലീസുകാർ ഇവരോട് ചോദിക്കുകയാണ്. ഈ ഓങ്ങിനോട് ചോദിക്കുകയാണ്. ഏറെ നേരത്തെ ചോദ്യം ചെയ്യുന്നതിനൊടുവിൽ ഓങ്ങിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഓങ് പറയുകയാണ്, അതെ, ഞാനും എന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് അവളെ കൊന്നത് എന്ന് പറയുകയാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് ഓങ് പറയുന്നത്, ഈ ഓങ് ഈ ലിയാങ്ങിനെ ഏകദേശം ഒരു 5 വർഷത്തോളമായിട്ട് ഈ സ്കൂളിൽ നിന്നും വീട്ടിലേക്കും വീട്ടിൽ നിന്നും സ്കൂളിലേക്കും കൊണ്ടുവരുന്ന വ്യക്തിയാണ്. ഈ ഓഹിന് ലിയാങ്ങിനോട് ഒരു ചെറിയ ക്രഷ് ഉണ്ടായിരുന്നു. ക്രഷ് എന്ന് വെച്ചാല് എങ്ങനെയെങ്കിലും അവളെ സ്വന്തമാക്കണം എന്നുള്ളൊരു ആഗ്രഹം. ലിയാങ് എന്ന് വെച്ചാല് 16 വയസ്സേ ഉള്ളൂ എങ്കിലും ഒരു കണ്ടു കഴിഞ്ഞാല് അത്യാവശ്യം ഒരു 20 വയസ്സൊക്കെ പ്രായം പറയുന്ന ഒരു രീതിയിലായിരുന്നു ലിയാങ്ങിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ. 16 വയസ്സുള്ള രീതിയിലൊന്നും അല്ലായിരുന്നു ലിയാങ്. അതുപോലെ തന്നെ നല്ല സുന്ദരിയായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടറായിരുന്നു, പഠിക്കാൻ മിടുക്കിയായിരുന്നു, സ്കൂളിലേക്കാണ് അറിയപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഒരുപാട് പേര്, ഇവർക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പേര് പ്രപ്പോസുമായിട്ട് പുറകെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു. ഒത്തിരി പേര് ഇവളെ പ്രപ്പോസ് ചെയ്യും, പക്ഷെ ആരെയും ഇവള് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടിയോട് അപമര്യാദയായിട്ട് ഈ ഡ്രൈവർ പെരുമാറുന്നത്. അന്ന് ഭയന്നു പോയ ഈ കുട്ടി അന്ന് ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. വീട്ടിൽ ചെന്നതിന് ശേഷം വീട്ടിൽ വിവരം പറയും, വീട്ടുകാർ സ്കൂളിലേക്ക് വരും, പ്രിൻസിപ്പലിനോട് കാര്യം പറയുകയും പ്രിൻസിപ്പൽ വിളിച്ച് ചോദ്യം ചെയ്യൽ കാര്യങ്ങളൊക്കെ നടത്തുകയാണ്. അതിനിടയ്ക്ക് ദേഷ്യം വന്ന ലിയാങ് ഓഹിനെ എല്ലാവരും മുന്നിൽ വെച്ച് കരണത്തടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നടന്ന സമയത്ത് ഈ ഓഹിന് ലിയാങ്ങിനോട് ഒരു വല്ലാത്ത വെറുപ്പും ദേഷ്യം തോന്നുകയാണ്. മാത്രമല്ല വാശിയും വരികയാണ് ഇവളെ എങ്ങനെയും സ്വന്തമാക്കണം എന്നുള്ളത്. കാരണം ഒരുപാട് പേരുടെ മുൻപിലാണ് ലിയാങ് ഈ ഓഹിനെ അടിച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലിയാങ്ങിനോട് ഒരു വല്ലാത്ത വെറുപ്പും ദേഷ്യം ഓങ്ങിന് തോന്നുകയാണ്. ഈ ഓങ് കരുതുകയാണ് എങ്ങനെയും എനിക്ക് ഇവളെ സ്വന്തമാക്കണം, ഇവള് എന്നോട് ഇന്ന് കാണിച്ചതിനുള്ളത് ഞാൻ ഇവർക്ക് പകരം കൊടുത്തിരിക്കും എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ്. അപ്പൊ ഈ ഓങ്ങിനോട് ചോദിക്കുകയാണ് പോലീസുകാര്, ശരി നിന്റെ ബാക്കിയുള്ള കൂട്ടാളികൾ ആരൊക്കെയാണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം പുറത്തു വരുന്നത്. ആ സ്കൂളില് ലഹരി മരുന്ന് വിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് ഈ ഓഹ് എന്ന് പറയുന്നത്. ആ സ്കൂളിന്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാല് +1 +2 വരേക്ക് ആ സ്കൂൾ ഉള്ളൂ. അപ്പം അവിടെ എന്ന് വെച്ചാല് ഒരു 17 വയസ്സ് വരെയുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾക്ക് 15, 16, 17 വയസ്സുള്ള കുട്ടികൾക്ക് ഈ ലഹരി മരുന്ന് സപ്ലൈ ചെയ്യുന്ന ഒരു ജോലിയും കൂടെ ഇയാൾ ചെയ്യാറുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളെല്ലാം അത്യാവശ്യം സമ്പന്ന കുടുംബത്തിൽ നിന്നായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ അത്യാവശ്യം കാശും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഈ ഓഹിന് കൊടുക്കുന്നുമുണ്ട്.
കൊടുത്തിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങിച്ച് ഇവർ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഈ ഓഹിന്റെ കയ്യിൽ നിന്ന് ലഹരി മരുന്ന് വാങ്ങിക്കുന്ന കൂട്ടത്തിൽ ഒരാളൂടെ ഉണ്ടായിരുന്നു. ആരാണെന്ന് വെച്ചാൽ ലിയാങ്ങുമായിട്ട് ഇഷ്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറുപ്പക്കാര്. ഈ ഓഹ് ലിയാങ്ങിന്റെ കാമുകന്റെ കൂട്ടുകാരെ സമീപിക്കുകയാണ്. ഇവരൊരു ഗ്യാങ് ആയിരുന്നു, ഒരു 6-7 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ആയിരുന്നു ഈ ലിയാങ്ങിന്റെ കാമുകന്റെ ഒരു ഗ്യാങ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കാശുള്ള കുടുംബത്തിലെ ആൾക്കാർ തന്നെയായിരുന്നു ഈ 7 പേര്. ഈ ഓഹ് ലിയാങ്ങിന്റെ കാമുകന്റെ കൂട്ടുകാരോട് പറയുകയാണ്, എനിക്കിതുപോലെ ലിയാങ്ങിനോട് താല്പര്യമുണ്ട്, എനിക്ക് അവളെ വേണമെന്നുണ്ട്. നിങ്ങൾ ഇനി ഒരിക്കലും എനിക്കാണെങ്കിൽ ലഹരി മരുന്ന് വാങ്ങിക്കുമ്പോൾ പൈസ തരേണ്ടതില്ല, നിങ്ങൾ എനിക്ക് പൈസ തരണ്ട, പകരം എനിക്ക് എങ്ങനെയെങ്കിലും ലിയാങ്ങിനെ ഒന്ന് ഒപ്പിച്ച് തരണം, എനിക്ക് അവളുമായിട്ട് ഒന്ന് ബന്ധപ്പെടണം, എന്നോട് അവൾ കാണിച്ചു കഴിഞ്ഞുള്ളത് എനിക്ക് പകരം വീട്ടണം എന്നുള്ളൊരു കാര്യം പറയുകയാണ്. അപ്പൊ അവർ നോക്കുമ്പോഴത്തേക്ക് ഇവർ ഇത്രയും നാൾ പൈസ കൊടുത്താണ് ഈ ലഹരി മരുന്നും കാര്യങ്ങൾ മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരിനി പൈസ കൊടുക്കാതെ ഈ ലഹരി മരുന്ന് കൊടുക്കാം എന്ന് പറയുകയാണ്. കാരണം വീട്ടിൽ നിന്നും ഒരുപാടൊന്നും പൈസ ചോദിച്ചവർക്ക് മേടിക്കാൻ പറ്റില്ല, കാരണം ഇവർ കൊച്ചുകുട്ടികളല്ലേ, 17, 15, 16 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. അപ്പൊ ഇവർക്കാണെങ്കിൽ ഈ ലഹരി മരുന്ന് ഫ്രീ ആയിട്ട് കൊടുക്കാം, പകരം ഈ ലിയാങ്ങിനെ ഒന്ന് ഒപ്പിച്ചു കൊടുത്താൽ മതി എന്ന് പറയുകയാണ്. അപ്പൊ ഇവരും പറയുകയാണ്, ശരി ഞങ്ങൾ ലിയാങ്ങിന്റെ കാമുകനോട് സംസാരിക്കാം എന്ന് പറയുകയാണ്. നമ്മൾ ഈ പേര് വെളിപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഈ 7 പേരുടെ പേര് വെളിപ്പെടുത്താത്ത എന്താണെന്ന് വെച്ചാൽ, ഇവര് പ്രായപൂർത്തിയായിട്ടില്ലായിരുന്നു. മലേഷ്യൻ നിയമപ്രകാരം പ്രായപൂർത്തിയാകാത്ത ഒരു വ്യക്തികളുടെയും പേര് അവർ ഒരു ക്രൈമിലും രേഖപ്പെടുത്താറില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ പേരുകൾ പറയാൻ പറ്റാത്തത്. കാരണം അവരെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല ഈ കുട്ടികൾ ആരൊക്കെയാണ്, ഇവരുടെ പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ആ പേര് പറയാൻ സാധിക്കില്ല. 6 പേരും ലിയാങ്ങിന്റെ കാമുകനോട് സംസാരിക്കണം, നമുക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക, എങ്ങനെയെങ്കിലും ലിയാങ്ങിനെ ഒന്ന് സമ്മതിപ്പിച്ച് ഓങ്ങുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തുക എന്നുള്ള കാര്യം പറയാണ്. പക്ഷെ ലിയാങ്ങിന്റെ കാമുകൻ അറിയായിരുന്നു ഒരിക്കലും ലിയാങ് അങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല എന്നുള്ളത്. ലിയാങ്ങിന്റെ കാമുകൻ പറയാണ്, ഒരിക്കലും അതൊന്നും നടക്കില്ല, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല, അവൾ അങ്ങനെയുള്ള കുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ലിയാങ് എന്നുള്ള കാര്യമൊക്കെ കൂട്ടുകാരോട് പറയണം. അപ്പൊ ഇവർ പറയുകയാണ്, നമുക്ക് ഒരുപാട് കാശും പണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എത്ര പെണ്ണുങ്ങളെ വേണേലും കിട്ടും. പക്ഷെ ലിയാങ് എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിലെയാണ്, നിനക്ക് ഒരിക്കലും യോജിച്ച ഒരു പെണ്ണല്ല അവള്. നീ ഇപ്പം ലിയാങ്ങിനെ ആണെങ്കിൽ ഓങ്ങിനൊന്ന് സെറ്റാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഓങ്ങിന് പൈസ കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല, പകരം നമുക്ക് ഫ്രീ ആയിട്ട് ഈ മരുന്നുകൾ കിട്ടിക്കൊണ്ടേയിരിക്കും, നീ ഒന്ന് സഹകരിച്ചേ പറ്റൂ എന്നുള്ള കാര്യങ്ങൾ പറയണം. ഈ പ്രഷർ കൂടിയ സമയത്ത് ലിയാങ്ങിന്റെ കാമുകൻ പറയാണ്, ശരി എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അവളെയും കൂട്ടി ഞാനാണെങ്കിൽ ബസ്സിലേക്ക് വരാം, ബസ്സിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അവളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ ഓങ്ങിന് സെറ്റാക്കി കൊടുത്തോ, ഞാൻ എങ്ങനെയെങ്കിലും അവളെ ബസ്സിലേക്ക് കൊണ്ടുവരാം എന്ന് പറയുകയാണ്. അങ്ങനെയാണ് ഈ ഒക്ടോബർ മാസം 3-ാം തീയതി സ്കൂളിലേക്ക് വന്ന ലിയാങ്ങിനെ ഉച്ചയോടെ അടുപ്പിച്ച് ഈ ലിയാങ്ങിന്റെ കാമുകൻ ഈ സ്കൂൾ ബസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ഈ സ്കൂൾ ബസ്സിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ടൈമിലേക്ക് അവർ പോവുകയാണ്. ഈ ലിയാങ്ങിന് ഒന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ലായിരുന്നു, പക്ഷെ എന്നാൽ ലിയാങ്ങിന് തന്റെ കാമുകന് ഒരുപാടധികം വിശ്വാസവും ഇഷ്ടവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറായിരുന്നു ഈ ലിയാങ്. അപ്പോൾ ലിയാങ്ങും ഈ ലിയാങ്ങിന്റെ കാമുകനുമായിട്ടുള്ള ആ ഒരു പ്രൈവറ്റ് ടൈമിലേക്ക് പോകുന്ന സമയത്താണ് പെട്ടെന്ന് ബസ്സിലേക്ക് കുറച്ച് ആൾക്കാർ കയറി വരുന്നത്. അതിന്റെ മുൻപിലുള്ള ആളിനെ കണ്ടപ്പോഴത്തെ ലിയാങ് പേടിക്കുകയാണ്, നല്ലോണം ഭയന്ന് പോയി ലിയാങ്. അത് ആരാന്ന് വെച്ചാല് ഓഹായിരുന്നു. മാത്രമല്ല ലിയാങ്ങിന്റെ ബാക്കിയുള്ള കൂട്ടുകാരും ആ ബസ്സിലേക്ക് കയറി വന്നിട്ടുണ്ടായിരുന്നു. അർദ്ധനഗ്നരായിട്ടായിരുന്നു 2 പേരും ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഭയന്നു പോയ ലിയാങ് വസ്ത്രമൊക്കെ എടുത്തിട്ട് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയാണ്. ഇതിനിടയ്ക്ക് ബാഗ് ബസ്സിന് പുറത്തേക്ക് വീഴുന്നുമുണ്ട്. എന്നാൽ ഈ ലിയാങ്ങിന്റെ കാമുകന്റെ കൂട്ടുകാരും ഒന്നും ലിയാങ് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കുന്നില്ല, അവരെ ബലമായി അവളെ അവിടെ പിടിച്ചു നിർത്തുകയാണ്. ഈ ലിയാങ് അപ്പൊ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും, കേസ് ഫയൽ ചെയ്യും, എന്നെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സ്റ്റേഷനിൽ പോയി നിങ്ങൾക്കെതിരെ കേസ് ഫയൽ ചെയ്യും, അതുകൊണ്ട് എന്നെ വിടുന്നതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. പെട്ടെന്ന് ഓഹാണെങ്കിൽ ഇവളെ കരണത്തേക്ക് ആഞ്ഞടിക്കുകയാണ് ചെയ്യുന്നത്. പേടിച്ചു പോയ ലിയാങ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഉച്ചത്തിൽ കരഞ്ഞപ്പോഴത്തേക്ക് ഈ ലിയാങ്ങിന്റെ കാമുകന്റെ ഒരു കൂട്ടുകാരൻ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് ലിയാങ്ങിന്റെ തലയിലേക്ക് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അടി കൊണ്ട ലിയാങ് ആ ബസ്സിൽ തന്നെ ബോധം കെട്ട് വീഴുകയാണ്. അപ്പൊ ഇവർക്കൊരു കാര്യം മനസ്സിലായി, ലിയാങ്ങിനെ ഇനി പുറത്തു വിടാൻ എന്തായാലും പറ്റില്ല. കാരണം മുൻപാണെങ്കിൽ ഓഹ് ഇവളോടൊന്ന് മോശമായി പെരുമാറിയതിന്റെ പേരിൽ തന്നെ ഓഹിനെ അത്രയും നാണം കെടുത്തി ആൾക്കാരെ മുൻപിൽ വെച്ച് അത്രയും അടിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ലിയാങ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത്തരം ഒരു സംഭവം നടന്നതുകൊണ്ട് തന്നെ ലിയാങ് ഒരു കാരണവശാലും ഇത് വെറുതെ വിടില്ല എന്നുള്ളൊരു കാര്യം ഇവർക്ക് മനസ്സിലാണ്. അപ്പൊ ഇനി എന്താ വേണ്ടെന്ന് വെച്ചാൽ ലിയാങ് പുറത്തിറങ്ങാൻ പാടില്ല, ലിയാങ് ഒരു കാരണവശാലും പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ പ്ലാൻ ചെയ്യണം. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ലിയാങ്ങിന്റെ കാമുകന് അവർക്കൊരു പഴയ വീടുണ്ട്, ആൾതാമസമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട രീതിയിലൊരു വീട്. അത് ഈ തെലങ്കാനു തന്നെയുള്ള ഒരു വനപ്രദേശത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ഒറ്റപ്പെട്ട വീടാണത്. ഈ നദിക്കടുത്തായിട്ടാണ് ഈ വീടും സ്ഥിതി ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ അങ്ങനെ ആരും അവിടേക്ക് വരാറൊന്നുമില്ല. അഥവാ വന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല, കാരണം ആൾ താമസമില്ലാതെ കൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ആരും അധികം അങ്ങോട്ടൊന്നും കയറാറൊന്നുമില്ല, കാടൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു വീടാണ്. അപ്പൊ അവിടെ കൊണ്ട് ഇവിടെ ഇടാം എന്നിവർ വിചാരിക്കുകയാണ്. അങ്ങനെ എന്താ ചെയ്യുന്നത് ഈ ഓഹും ലിയാങ്ങിന്റെ കാമുകനും ലിയാങ്ങിനെയും കൂട്ടി ഈ ബസ്സിൽ തന്നെ ഇവിടുന്ന് പുറത്തേക്ക് പോവാണ്. ഈ ലിയാങ്ങിന്റെ കാമുകന്റെ കൂട്ടുകാർ അവിടെ ഇറങ്ങി സ്കൂളിലേക്ക് പോവുകയാണ്. അതിനുശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും നടക്കുന്നത്. അമ്മയെ കൊണ്ടുപോകാൻ പോയതാണെന്നുള്ള പേരിൽ ഈ ബസ് കൊണ്ടുപോകുകയും തിരിച്ച് അതേ രീതിയിൽ ബസ് തിരികെ കൊണ്ടുവരികയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓങ്ങ നേരത്തെ പറഞ്ഞത്. അങ്ങനെ ഈ വീട്ടിലേക്ക് കൊണ്ടുപോയതിനു ശേഷം ഈ ഒക്ടോബർ മാസം 3-ാം തീയതി തന്നെ ഈ ലിയാങ്ങിന്റെ കാമുകനും അവന്റെ കൂട്ടുകാരും ഈ ഓഹും ആ വീട്ടിലേക്ക് വീണ്ടും വരികയാണ്. അപ്പോ അവളെ എവിടെയാണെങ്കിൽ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അതായത് ഒരു കസേരയോട് ചേർത്ത് കെട്ടിയിട്ടേക്കാണ് ഇവിടെ. അവിടേക്ക് വന്ന അവരുടെ ആവശ്യത്തിന് അവരാണെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുകയാണ്. ഈ ലഹരി മരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് എല്ലാവർക്കും ലിയാങ്ങിനെ വേണമെന്നായി. അപ്പം ഓങ് പറയുകയാണ്, എനിക്ക് ആദ്യം അവളെ വേണം, ഞാൻ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വേണമെങ്കിൽ ഉപയോഗിച്ചു എന്നുള്ളത് പറയുകയാണ്. അങ്ങനെ ഓങ് ആണെങ്കിൽ ലിയാങ്ങിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവളെ ആണെങ്കിൽ ബലമായിട്ട് ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സമയത്ത് അതിശക്തമായിട്ട് ലിയാങ് എതിർക്കുന്നുമുണ്ട്, ഓങ്ങിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട ലിയാങ്ങിന്റെ കാമുകനും കൂട്ടുകാരും അവൾക്കടുത്തേക്ക് വന്നതിന് ശേഷം ലിയാങ്ങിന്റെ കൈ പിടിച്ച് പുറകിലേക്ക് വെക്കുകയാണ് ലിയാങ്ങിന്റെ കാമുകൻ. ഇത് കണ്ട് ഞെട്ടിയ ലിയാങ് ഉറക്കെ കരഞ്ഞുകൊണ്ട് പറയുന്നു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു, ഞാൻ ഒരുപാട് ഇതിനെ സ്നേഹിച്ചിരുന്നു, നീ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ ഒരിക്കലും എന്നോട് ഇങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് അലറി കരയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും ഈ ലിയാങ്ങിന്റെ കാമുകൻ കേൾക്കുന്നില്ലായിരുന്നു. അവളുടെ കൈ രണ്ടും പിടിച്ച് പുറകിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല ഈ ലിയാങ്ങിന്റെ ബാക്കിയുള്ള കൂട്ടുകാരും അവളെ ആണെങ്കിൽ ഓഹിന് ലൈംഗികപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അവളുടെ ശരീരഭാഗങ്ങൾ ബലമായിട്ട് പിടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓങ്ങിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇവളെ ഉപയോഗിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഈ ഒക്ടോബർ മാസം 3-ാം തീയതി തുടങ്ങിയ ഈ ക്രൂരത നവംബർ മാസം 17-ാം തീയതി വരെ നീണ്ടു നിന്നിരുന്നു. അതായത് ഈ ലിയാങ്ങിന്റെ ശരീരം ബോഡി കിട്ടുന്നതിന് 3 ദിവസം മുൻപ് വരെ ഈ ക്രൂരത നീണ്ടു നിന്നിരുന്നു. ഇവര് ദിവസവും വൈകിട്ട് വരും, അവരുടെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കും, ലിയാങ്ങിനെയാണെങ്കിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചതിന് ശേഷം ഓഹിന് കലി തീരും വരെ ഓങ് ലിയാങ്ങിനെ മർദ്ദിക്കുമായിരുന്നു. അത് ദിവസവും മർദ്ദിക്കും. മാത്രമല്ല ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം ഒരു ശകലം ഭക്ഷണം കൊടുക്കും അവർക്ക്. ഇവർക്ക് ദാഹിക്കുന്ന സമയത്ത് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇവരുടെ കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കൊടുക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളം കുപ്പിയിലേക്ക് അവർ യൂറിൻ പാസ് ചെയ്യും. എന്നിട്ട് ആ യൂറിനായിരുന്നു ഇവർക്ക് കുടിക്കാൻ കൊടുത്തോണ്ടിരുന്നത്. മാത്രവുമല്ല ഇവരുടെ ശരീരത്തിൽ ഒരു തുണി പോലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് അവർക്ക് നിർബന്ധമായിരുന്നു. തണുപ്പായിരുന്ന സമയത്ത് പോലും ഒരു തുണി കഷ്ണം പോലും ശരീരത്തില്ലാതെ ആ കട്ടിലിന്റെ കാലിൽ ബന്ധിക്കപ്പെട്ട നിലയിലായിരുന്നു ലിയാങ് അവിടെ കിടന്നിരുന്നത്. അവള് യൂറിൻ പാസ് ചെയ്യണമെങ്കിലും അവർക്ക് മറ്റ് ആവശ്യങ്ങൾ ചെയ്യണമെങ്കിലും അത് അവിടെ വെച്ച് മാത്രമായിരുന്നു സാധിച്ചിരുന്നത്. മാത്രമല്ല അവൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയുന്നില്ലായിരുന്നു. ഈ ഓഹിന്റെ മർദ്ദനത്തില് പല ഭാഗത്തും ചതവുകളും ഒടിവുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇവരോരോരുത്തരും പീഡിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് ഒരുപാടധികം ശരീരത്തിൽ മുറിപ്പാടുകളും അതുപോലെ തന്നെ ക്ഷതങ്ങളും പറ്റുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ഈ കുളിക്കുകയോ അല്ലെ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതായപ്പോഴത്തേക്ക് അടിക്കടിയായിട്ട് പലരുമായിട്ടുള്ള ലൈംഗിക ബന്ധം ആയതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈവറ്റ് പാർട്ട് ഇൻഫെക്ഷനും ആവുന്നുണ്ട്. ഈ ഇൻഫെക്ഷൻ ആവുന്ന സമയത്ത് ഇവർ വന്ന് ഇവളെ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് അധികമായിട്ടുള്ള പെയിൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ പെയിൻ കണ്ടിട്ട് ഉല്ലസിക്കുകയാണ് ഇവർ ചെയ്തത്. ഈ 8 പേരും ഇവർക്ക് വേദന ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് വീണ്ടും വീണ്ടും ആവേശം കൂടുകയാണ് ചെയ്തത്. അങ്ങനെ ഇവൾ മരിക്കുന്നത് വരെയും ഇവർ ആ ആവേശം അവളിൽ കാണിക്കും. നവംബർ മാസം 15-ാം തീയതി പതിവ് പോലെ ഇവര് ലിയാങ്ങിന്റെ അടുത്തേക്ക് വരികയാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ലിയാങ്ങുമായിട്ട് ബന്ധപ്പെടുകയാണ്. ലിയാങ്ങിനെ അവിടെ വെച്ച് ഓങ് ഉപദ്രവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 3-4 തവണ നെഞ്ചിൽ തൊഴി കിട്ടിയ ലിയാങ് പെട്ടെന്ന് ചുരുണ്ടുകൂടുകയാണ്. എന്നിട്ട് അവിടെ കാല് പിടിച്ച് കരഞ്ഞു പറയാണ്, ഇനി എന്നെ അടിക്കൽ, എനിക്ക് ശ്വാസം മുട്ടുന്നുണ്ടെന്ന്. എന്നിട്ട് ഇത് കേൾക്കാനും വീണ്ടും വീണ്ടും ഓങ് ലിയാങ്ങിനെ മർദ്ദിക്കുന്നുണ്ട് അവിടെ വെച്ച്. എന്നിട്ട് ഇവർ പോവുകയാണ്. 16-ാം തീയതി വരികയാണ്. 16-ാം തീയതി വന്നപ്പോൾ ലിയാങ്ങിന് അത്യാവശ്യം ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാനോ ഒന്ന് നിവർന്നിരിക്കാനോ ഒന്നും കഴിയുന്നില്ലായിരുന്നു. എന്നിട്ട് പോലും ഈ നരാധമന്മാർ, ഈ നായക്കൾ അവളെ വെറുതെ വിട്ടില്ല. അന്നും ഉപയോഗിച്ചിട്ട് പോവുകയാണ്. അപ്പോഴേക്കും ലിയാങ് ഏകദേശം ഒരു മരിച്ച അവസ്ഥയിലായി കിടക്കുകയായിരുന്നു ചെയ്തത്. വീണ്ടും 17-ാം തീയതി വരുന്നുണ്ട്. 17-ാം തീയതി വരുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഏകദേശം അവിടെയുള്ള മുറിവുകളിലൊക്കെ ഈ ഉറുമ്പ് അരിക്കുന്നുണ്ടായിരുന്നു. അതായത് ലിയാങ്ങിന് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാനോ ഒന്നും ഇരുണ്ട് മാറാനോ ഒന്നും സാധിക്കില്ല. അവരെങ്ങനെയാണോ അവളെ കിടത്തിയിട്ട് പോയത് അവിടെ തന്നെ അവൾ കിടക്കുകയായിരുന്നു. ആ മുറിവുകളിലൊക്കെ ലിയാങ്ങിന്റെ മുറിവുകളിലൊക്കെ ഉറുമ്പും കാര്യങ്ങളും അരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ലിയാങ് അപ്പോഴും ജീവനോടെ ഉണ്ട്.
ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. ജീവൻ ഉണ്ടെങ്കിലും മരണപ്പെട്ടിട്ടില്ല ലിയാങ് അപ്പോഴും. ഈ വരുന്ന നരാധമന്മാർ, ഈ നായ്ക്കൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവന്മാര് വീണ്ടും അവന്മാരെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച ശേഷം ലിയാങ്ങിനെ വീണ്ടും ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. അങ്ങനെ ഒരു 2 പേര് അവളെ പീഡിപ്പിച്ചപ്പോഴത്തേക്കും ഒരു വല്ലാത്ത ശബ്ദത്തോടു കൂടി അവളുടെ ശരീരം നിശ്ചലമാവുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ശരീരം അനങ്ങിയിട്ടില്ല. അവസാനത്തെ ഒരു ശ്വാസം വലിച്ച് അവൾ ഈ ഭൂമിയിൽ പോവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇവർക്ക് ഈ ബോഡി എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയ കിട്ടണം. ഇവര് നിൽക്കുന്ന നദീതീരത്താണ്. ഒരു ഒഴുക്കുള്ള ഒരു നദിയാണ് ഈ സംഗൻ നദി എന്ന് പറയുന്നത്. അപ്പൊ ഈ നദീതീരത്ത് ആയതുകൊണ്ട് തന്നെ ഇവരൊരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ ബോഡി ആരും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതമാക്കുക. എന്നിട്ട് ഈ ബോഡി ആ നദിയിൽ കൊണ്ട് ഉപേക്ഷിക്കുക. അപ്പം ഒഴുക്കുള്ള നദി ആയതുകൊണ്ട് തന്നെ ആ ഒഴുക്കിനൊത്ത് ഈ ശരീരം പോയി വേറെ എവിടെയെങ്കിലും അടിഞ്ഞോളും, ഈ ഭാഗത്തുനിന്ന് മാറിപ്പോകും എന്നുള്ളത് ഇവർ വിചാരിക്കുകയാണ്. അങ്ങനെ ഇവരെന്താ ചെയ്യുന്നത് വെച്ചാൽ വണ്ടിയിലേക്ക് പോകണം. കാരണം ഇവരെ കൊല്ലാമെന്നൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇവർക്ക് ഇവളെയാണെങ്കിൽ ഇങ്ങനെ ഉപദ്രവിച്ച് ആനന്ദം കണ്ടെത്തണം. അതായിരുന്നു ഇവരുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. ഒരു ലൈംഗിക അടിമ, അത് മാത്രമായിരുന്നു ഇവരുടെ ആഗ്രഹം. കൊല്ലണമെന്നൊന്നും ഇവർക്ക് ഇല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടപ്പോൾ എന്ത് ചെയ്യണമെന്ന് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലായത്. പെട്ടെന്ന് ഇവർ വണ്ടിയിലെ പെട്രോൾ എടുത്തുകൊണ്ട് വരികയാണ്. വണ്ടിയിൽ ഉണ്ടായിരുന്ന പെട്രോളുകൾ ഊറ്റിയിട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ കിടത്തിയിട്ട് ഇവിടെ തല തൊട്ട് കാല് വരെയും ഉപയോഗിച്ച് തീ കത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞ പുറംഭാഗം, അതായത് ഈ ലിയാങ്ങിന്റെ പുറംഭാഗം കത്താതിരുന്നത്. അത് കത്താതിരുന്നത് കൊണ്ടാണ് അത് ലിയാങ് ആണ് എന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. ഈ DNA ടെസ്റ്റ് ഒന്നും ആ സമയത്ത് അവിടെ ഒന്നും അത്ര വലിയ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. DNA ടെസ്റ്റ് ആ സമയത്ത് ഉണ്ടെങ്കിൽ പോലും അത്ര വലിയ പ്രാബല്യത്തിൽ വരാത്തതായതുകൊണ്ട് തന്നെ ഇതിനേക്കാളും കൂടുതൽ ഇവർ ഈ സാക്ഷിമൊഴികളും തെളിവുകളുമാണ് ആ സമയത്ത് കൂടുതലായിട്ടും പോലീസുകാർ നോട്ടം വെച്ചിരുന്നത്. അവര് ഏറ്റവും കൂടുതൽ അതിനെയാണ് മുൻതൂക്കം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ നദിയിലേക്ക് ഈ തീയെല്ലാം കത്തിച്ചതിന് ശേഷം ഈ ലിയാങ്ങിനെ കൊണ്ട് നദിയിലേക്ക് അവർ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലിയാങ്ങിനെ ഉപേക്ഷിച്ച ആ സമയത്ത് നദിക്ക് ഒഴുക്കുണ്ടായിരുന്നെങ്കിൽ പോലും ഇത് ഒരു ഭാഗത്ത് ചെന്ന് അടിഞ്ഞുകൂടുകയാണ്. അടിഞ്ഞുകൂടിയ സമയത്ത് അവിടെയൊക്കെ ഈ നായ്ക്കളൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നായ്ക്കള് ഈ ബോഡി, അത് ആ കരയിലേക്ക് വന്ന, കരയിൽ പൂർണ്ണമായിട്ട് കയറിയിട്ടില്ലായിരുന്നു, ആ ഓരത്തുണ്ടായിരുന്ന ബോഡി ഇവർ കടിച്ച് ഈ നദി തീരത്തേക്ക് അടുപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെ ഇട്ടാണ് ഈ നായ്ക്കളും പക്ഷികളും ഈ ശരീരം കൊത്തിവലിക്കാൻ തുടങ്ങിയത്. ഇതാണ് അന്ന് മീൻ പിടിക്കാൻ വന്ന ആ 2 യുവാക്കൾ കാണുകയുണ്ടായത്. അപ്പോ ലിയാങ്ങിന്റെ മരണത്തിൽ ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. കഴിഞ്ഞ 1.5 മാസമായിട്ട് 16 വയസ്സ് മാത്രമുള്ള, ലോകമെന്തെന്ന് പരിചയപ്പെട്ട് വരികയായിരുന്ന ഒരു കുടുംബത്തിന്റെ സ്വപ്നമായിരുന്ന വെറും 16 വയസ്സുകാരുടെ ജീവിതം അങ്ങനെ അവിടെ അവസാനിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്യാതെ തന്നെ അവൾ അവിടെ തീരുകയാണ്. ചിലരുടെ കാമത്തിന് ബലിയാടാവുകയാണ് അവളവിടെ ചെയ്തത്. പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് തന്നെ ഈ ക്രിമിനൽ കേസിൽ ബന്ധപ്പെട്ട ഈ 7 പേരും 16ഉം 17 വയസ്സിന് ഇടയ്ക്കുള്ളവരായതുകൊണ്ട്, 16-17 വയസ്സ് പ്രായമുള്ളവരായതുകൊണ്ടും പ്രായപൂർത്തിയാകാത്തത് കൊണ്ടും ഇവരെയാണെങ്കിൽ ജുവനൽ ഹോമിലേക്ക്, നമ്മുടെ നാട്ടിൽ ജുവനൽ ഹോം എന്ന് പറയും, ഈ കുട്ടികളുടെ ജയിലിലേക്ക് ഇവരെ അയക്കുകയാണ്. അവർക്കെതിരെ പ്രത്യേകിച്ച് നിയമ നടപടികളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 7 കൊല്ലത്തേക്ക് അവരെയാണെങ്കിൽ ജയിലിലേക്ക്, അതായത് കുട്ടികളുടെ ജയിലിലേക്ക് ഇവരെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ ഓഹിനെതിരെ നിയമ നടപടികളുമായിട്ട് പോലീസുകാർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ കേസ് വിസ്താരം കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പൊ അങ്ങനെ വിസ്താരം കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് പോലീസുകാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. 1982 ഒക്ടോബർ മാസം 6-ാം തീയതി ഈ ഓങ് ജോലി ചെയ്തിരുന്ന സ്കൂളിന് സമീപത്തായി ഒരു സ്ത്രീയെ കൊല ചെയ്യപ്പെട്ട നിലയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ 1982 തൊട്ട് 89 വരെയും ഒരു കോൾഡ് കേസായിട്ട് അങ്ങനെ നിന്നിരുന്നത്. ഈ സ്കൂളിനടുത്ത് തന്നെയായിരുന്നു ഈ യുവതി മരണപ്പെട്ട് കിടന്നിരുന്നത്. മാത്രമല്ല ഈ യുവതി മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ആ യുവതിയാണെങ്കിൽ ലൈംഗികപരമായിട്ട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ യുവതിയുടെ കഴുത്തിൽ ഒരുപാട് തവണ ആരൊക്കെ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ യുവതി മരണപ്പെട്ടത്. അപ്പം അത് ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആ കേസ് കോൾഡ് കേസായിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. സാക്ഷിമൊഴികളോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യ തെളിവുകളോ ഒന്നുമില്ല, ഒരു പ്രതിയും കണ്ടുപിടിക്കാനില്ല. അതുകൊണ്ട് തന്നെ ആ കേസ് അങ്ങനെ കോൾഡ് കേസായിട്ട് മറഞ്ഞു പോവുകയാണ് ചെയ്തത്. എന്നാൽ ഈ ലിയാങ്ങിന്റെ കേസ് വരുന്ന സമയത്താണ് ഈ ഓങ് വർക്ക് ചെയ്യുന്ന സ്കൂളിന് സമീപത്ത് തന്നെയാണ് ഈ യുവതി മരണപ്പെട്ട് കിടന്നത് എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ഈ ഓങ്ങിന് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി വീണ്ടും പോലീസുകാരൊന്ന് ചോദ്യം ചെയ്യുകയാണ്. ആ മരണപ്പെട്ട യുവതിയുടെ പേരെന്ന് പറയുന്നത് നോർഹ മുഹമ്മദ് അലി എന്നായിരുന്നു. നോർഹ മുഹമ്മദ് അലി എന്നായിരുന്നു ഈ മരണപ്പെട്ട യുവതിയുടെ പേരെന്ന് പറയുന്നത്. അപ്പോ ഈ ഓഹിനോട് അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഓഹ് വേണ്ടു പോവുകയാണ്. മാത്രവുമല്ല ഈ ഓഹ് വല്ലാതെ പരിഭ്രാന്തപ്പെടുന്നുണ്ടായിരുന്നു ഈ പേര് കേട്ടപ്പോ തന്നെ. അങ്ങനെ ഈ ഓഹിനെ വീണ്ടും പോലീസുകാർ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഈ ഓഹ് തന്നെയാണ് ഈ നോർഹ മുഹമ്മദ് അലിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത്.
അതായത് ഈ നോറയോടും ഇയാൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. അത് പറയുന്ന സമയത്ത് നോറ എതിർക്കുകയാണ് ചെയ്യുന്നത്. അത് എതിർത്തിന്റെ ഫലമായിട്ട് അവിടെ തന്നെ ഈ സ്കൂളിന്റെ അടുത്ത് തന്നെയായിട്ട് ഒരു പുതിയ ബിൽഡിംഗ് പണിയുന്നുണ്ടായിരുന്നു കോളേജ് സ്കൂളിന് വേണ്ടിയിട്ട്. ആ ബിൽഡിങ്ങിന്റെ അടുത്തായിരുന്നു ഇവർക്ക് ജോലി ഉണ്ടായിരുന്നത്. അപ്പൊ അവിടേക്കാണെങ്കിൽ ബലമായിട്ട് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവിടെ വെച്ച് ലൈംഗികപരമായിട്ട് ഈ നോഹനെ ഉപയോഗിച്ചിട്ട് കഴുത്തിൽ കുത്തിക്കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ 2 കേസുകളായിരുന്നു ഓഹിന്റെ പേരിൽ പോലീസുകാർ രജിസ്റ്റർ ചെയ്തത്. ഈ 2 കേസുകളും കോടതിയിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി കൊടുക്കുകയാണ്. കുറെ നാൾ കേസ് നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. 1994 മെയ് 3-ാം തീയതി ഈ 2 കൊലയുടെയും ഗൗരവം കണക്കിലെടുത്ത് ഓഹിനെ വധശിക്ഷയ്ക്ക് വിധിക്കുകയാണ്. ഇത് കേട്ടതിന് ശേഷം വീണ്ടും ഇയാളാണെങ്കിൽ ഈ നിയമ നടപടികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, അപ്പീലും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ മുകളിലുള്ള കോടതിയും ഈ കേസിന് ഈ വിധിയെ ശരിവെക്കുകയാണ്. കാരണം 2 കേസുകളുടെ സ്വഭാവം നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലിയാങ് അന്ന് അനുഭവിച്ച ആ ക്രൂരമായിട്ടുള്ള ആ വേദനയും അത്രയധികം യാതനകളും കാര്യങ്ങളൊക്കെ കോടതി വിലയിരുത്തിയതിനു ശേഷം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ, സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെ കൂട്ടുപ്രതികളായിട്ടുള്ള 7 പ്രായപൂർത്തിയാകാത്ത നരാധമന്മാരുടെ മൊഴിയിൽ തന്നെ ഓഹിനെ വധശിക്ഷയ്ക്ക് വീണ്ടും വിധിക്കുകയാണ്. ആ ശിക്ഷ ശരിവെക്കുകയാണ്. അങ്ങനെ 1995 മെയ് 19-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. ഈ പ്രായപൂർത്തിയായിട്ടില്ല എന്ന് വെച്ചിട്ട് ഈ യുവാക്കളെ വെറുതെ വിട്ടത് ശരിയായില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം വെച്ചാല് ഇവന്മാര് ഇത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ മനസ്സിലായിരുന്നവന്മാര് വളർന്നു വന്നു കഴിയുമ്പോൾ എന്തെല്ലാം ക്രൂരതകൾ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്നത്. 7 വർഷം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കാരണം ആ കുട്ടിയാണെങ്കിൽ ഒരു മാസം കൊണ്ട് അത്രയധികം ഒരു 70 കൊല്ലം അനുഭവിക്കേണ്ട വേദന ആ കുട്ടി വെറും 1.5 മാസം കൊണ്ട് അനുഭവിച്ചിട്ടുണ്ട്. ഇത് വെറും 16 വയസ്സ് മാത്രമേ പ്രായമുള്ളായിരുന്നു. അപ്പൊ ഈ കേസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ രേഖപ്പെടുത്തുക. മാത്രമല്ല, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മളെ. അപ്പോ മറ്റൊരു വീഡിയോയ്ക്ക് കാണുമ്പോഴേക്കും ബൈ.